പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക്. ഏത് പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിന് ശേഷമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മാക്രോ എക്കണോമിക്സ് ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര വിഭാഗമായിട്ട് മാറിയത്? നമുക്കറിയാം, ജനറൽ തിയറി എന്ന പുസ്തകത്തിന്റെ പബ്ലിക്കേഷന് ശേഷമാണ് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര വിഭാഗമായി മാറിയത്. അപ്പോൾ എക്കണോമിക്സിൽ 2 ബ്രാഞ്ച് ഉണ്ടെന്ന് നമുക്കറിയാം, മൈക്രോ, മാക്രോ. മൈക്രോ എന്ന് വെച്ചാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, ഒറ്റപ്പെട്ട യൂണിറ്റുകൾ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. എങ്കിൽ എക്കണോമിയെ ഒന്നാകെയുള്ള പഠനമാണ്, അഗ്രിഗേറ്റുകളെ കുറിച്ചുള്ള, ടോട്ടലുകളെ കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഫേം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്, ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ, അങ്ങനെയുള്ള ഒറ്റപ്പെട്ട യൂണിറ്റുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എക്കണോമിയെ ഒന്നാകെ സംബന്ധിക്കുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ, ടോട്ടൽ നാഷണൽ ഇൻകം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അത് ഒന്നും ഇത് ചിന്തിച്ച ഈ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടപ്പോൾ തന്നെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മറ്റൊരു ചോദ്യം ഇതാണ്, GNP മൈനസ് ഡിപ്രീസിയേഷൻ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ എന്താണ്? GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ NNP ആണ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നമുക്കറിയാം, ദേശീയ വരുമാനത്തിൽ നമ്മൾ പറയുന്നത് എന്തോന്നാണ്? NNP അറ്റ് FC എന്നാണ്. അത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും NNP കിട്ടും എന്നത് ഓപ്ഷൻ ശരിയാണ്. ഓക്കെ, അതാണ് അവിടെ ശരിയായ ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം എന്താ? ഡിമാൻഡ് കർവ് ഓഫ് നോർമൽ ഗുഡ്സ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. നോർമൽ ഗുഡ്സിന്റെ ഡിമാൻഡ് കർവ് വലത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഡിമാൻഡ് കർവ് അങ്ങനെയാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്? DD കർവ് നമുക്കറിയാം, ഇതാ പ്രൈസ് 20 രൂപ തന്നെയാണ് A എന്ന പോയിന്റിൽ ഡിമാൻഡ് ആയിരിക്കുന്നത്. പക്ഷേ പിന്നീട് B എന്ന പോയിന്റിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് വലതുവശത്തേക്ക് ഡിമാൻഡ് കർവ്, ഒറിജിനൽ ഡിമാൻഡ് കർവ് ഇതാ സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചിരിക്കുന്നു. എന്നാൽ പിന്നീട് മാറിയതിന് ശേഷമുള്ള പുതിയ ഡിമാൻഡ് കർവ് ഡോട്ടഡ് ലൈനായിട്ട് വരച്ചിരിക്കുന്നു. അപ്പോൾ ഡിമാൻഡ് കർവ് ഇടത്തു നിന്ന് വലത്തോട്ട് നീങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഡിമാൻഡിന്റെ ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. പ്രൈസ് ഒട്ട് മാറിയിട്ടുമില്ല. ഇങ്ങനെ വില മാറാതെ ഡിമാൻഡ് കർവ്, DD കർവ് DDയിൽ നിന്ന് D1 അല്ലെങ്കിൽ D'-ലേക്ക് പുതിയതായിട്ട് മാറുന്നു. A എന്ന പോയിന്റിൽ നിന്ന് B എന്ന പോയിന്റിലേക്ക് പുതിയ ഡിമാൻഡ് പോയിന്റ് സൃഷ്ടിക്കപ്പെടുന്നു. ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുക? വെൻ എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് ഇൻകം ഇൻക്രീസസ്, ഒരു ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാലും മതി. ഇത് പ്രൈസ് അല്ലാത്ത മറ്റേത് ഘടകങ്ങളിൽ മാറ്റം ഉണ്ടായാലും മതി. പ്രൈസ് അനങ്ങാതെ നിൽക്കുന്നു, കണ്ടോ? പ്രൈസിൽ ഒരു മാറ്റമില്ല, 20 രൂപ അങ്ങനെ തന്നെ ഇരിക്കുന്നു. പക്ഷെ പ്രൈസ് അല്ലാതെ എത്രയോ കാര്യങ്ങൾ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. സീസൺ, ഫാഷൻ, കൺസ്യൂമറുടെ ഇൻകം, അതുപോലെ തന്നെ പോപ്പുലേഷന്റെ വർധനവ്, കൺസ്യൂമറുടെ ടേസ്റ്റ് പ്രിഫറൻസ് ഒക്കെ മാറുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ DD കർവിനെ മാറ്റമുണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും, വരുമാനം വർദ്ധിക്കുന്നതും ജനസംഖ്യ ഉയരുന്നതും അതുപോലെ തന്നെ കൺസ്യൂമറുടെ ടേസ്റ്റും പ്രിഫറൻസും മാറുന്നതും, എല്ലാ ഓപ്ഷൻസും ശരിയാണ്. അതുകൊണ്ട് D എന്ന ഓപ്ഷനാണ് ശരി. മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ശരി. ഇനി അടുത്തത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് എന്നാണ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളതാണ് ഔട്ട്പുട്ട്. ഇതെന്താണെന്ന് ചോദിക്കുന്നു. അതായത് ഓരോ ഉൽപ്പന്നത്തിന്റെയും ചെലവ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം പെർ യൂണിറ്റ്. അതെ, പെർ യൂണിറ്റ് കോസ്റ്റ് ഔട്ട്പുട്ടിന്റെ പെർ യൂണിറ്റ്. നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനത്തിന് യൂണിറ്റ് ഒന്നിനുള്ള നിരക്കാണ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് ഒന്നിനുള്ള നിരക്കാണെങ്കിൽ നമ്മൾ ഇതുവരെ ടോട്ടൽ എത്ര രൂപ ചെലവില് ഉൽപാദന ചെലവായി എന്ന് നമുക്കറിയണം. ഉൽപാദന ചെലവ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എല്ലാം ചേർന്നാണ് നമുക്കറിയാം, അല്ലെ? അതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം. അതാണ് ഒരെണ്ണത്തിന് എത്ര രൂപ വെച്ചിട്ട് ശരാശരി കോസ്റ്റ് വന്നെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പെർ യൂണിറ്റ് കോസ്റ്റ് അറിയണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആകെ കോസ്റ്റിനെ ഉൽപ്പാദിപ്പിച്ച യൂണിറ്റിന്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. അതായത് എണ്ണം കൊണ്ട്, ടോട്ടലിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്നത് നമ്മൾ എന്താ പറയുന്നത്? ആവറേജ്, അല്ലെ? അതെ, ആവറേജ് കോസ്റ്റ് ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ശരാശരി കോസ്റ്റിനെയാണ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം ഉൽപ്പാദിപ്പിക്കാൻ ശരാശരി എത്ര രൂപ ചെലവായി എന്നാണ് ഈ ആവറേജ് കോസ്റ്റ് എന്ന കോൺസെപ്റ്റ്. അല്ലെ, പെർ യൂണിറ്റ് കോസ്റ്റ്, ഔട്ട്പുട്ടിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് കോസ്റ്റ് തന്നെയാണ്. അതായത് ഒന്നുകൂടി വ്യക്തമാക്കാം, ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ഈസ് ഓൾസോ നോൺ ആസ് ദ ആവറേജ് കോസ്റ്റ്. ഇത് ഉറപ്പിച്ച് മനസ്സിലാക്കുക. ഇറ്റ് റെപ്രസെന്റ്സ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ
ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ടോട്ടൽ കോസ്റ്റിനെ ഉൽപ്പാദിപ്പിച്ചതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് ശരാശരി. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, ടോട്ടലിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ആവറേജ്. സോ ഇത് കോസ്റ്റിന്റെ കാര്യത്തിലാവുമ്പോൾ ടോട്ടൽ കോസ്റ്റിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് കിട്ടും. ഈ ആവറേജ് കോസ്റ്റ് എന്ന് തന്നെയാണ് ഒരെണ്ണത്തിന് എത്ര രൂപ ശരാശരിയായി ഉൽപ്പാദിപ്പിക്കാൻ എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവറേജ് എന്തായി ഒരെണ്ണത്തിന് എന്ന കണക്കാണ് ഈ പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ മെഷീനറിയുടെയോ അല്ലെങ്കിൽ ബിൽഡിംഗ് റെന്റോ ഒക്കെ ഫിക്സഡ് കോസ്റ്റ് ആണ്. അതൊക്കെ സ്ഥിരം വരുന്ന ചെലവുകളാണ്, മാറ്റമില്ല. കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാലും കുറച്ച് ഉൽപ്പാദിപ്പിച്ചാലും ബിൽഡിംഗ് റെന്റും മെഷീനറിയുടെ ചിലവൊക്കെ സെയിം തന്നെ മുടക്കേണ്ടി വരും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയലിന്റെ പോലുള്ള കാര്യങ്ങളാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും എല്ലാം ചേർന്നാണ് ടോട്ടൽ കോസ്റ്റ് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ടി സി ഈസ് ഈക്വൽ ടു ടി എഫ് സി പ്ലസ് ടി വി സി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല ഈ ഇക്വേഷൻ. കോസ്റ്റിന്റെ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ടി സി ഈക്വൽ ടു ടി എഫ് സി പ്ലസ് ടി വി സി അല്ലെ. അതെന്ന് വെച്ചാൽ എന്താർത്ഥം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ചേരുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പൊ ഈ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ആവറേജ് കോസ്റ്റ് കാണാനായിട്ട്, അതായത് എ സി കാണാനായിട്ട്, ആവറേജ് ശരാശരി കോസ്റ്റ് കാണാനായിട്ട് ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ കൊണ്ട് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു എന്ന ഔട്ട്പുട്ടിന്റെ ആ ക്വാണ്ടിറ്റി അതുകൊണ്ട് അതിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാര്യം അതൊരു വൺ വേർഡ് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴും അതൊക്കെ ആ ഏരിയ ഒക്കെ മനസ്സിലാക്കാനാണ്. ഇനി മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പോള വില അല്ലെങ്കിൽ വിപണി വില എന്താണ് സൂചിപ്പിക്കുന്നത്? വിപണി വില എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊന്നുമല്ല, ഘടക ചെലവിൻ കൊണ്ട് ഫാക്ടറിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചതിന്റെ പുറമെ സെയിൽസ് ടാക്സ് അഥവാ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത്. സോ ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് NIT അല്ലെ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് അവർ നൽകിയിട്ടുണ്ട്. ഫാക്ടറി കോസ്റ്റ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണോ മാർക്കറ്റ് പ്രൈസ്? അല്ല, ഫാക്ടറി കോസ്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്ത മാർക്കറ്റ് പ്രൈസ് ആവില്ല. കാരണം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ കൂടെ സെയിൽസ് ടാക്സും കൂടി ആഡ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ പ്ലസ് ആണ്, ആഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്, ഫാക്ടറി കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന രീതിയിലാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം, പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് അറ്റ് വിച്ച് ഫേംസ് ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ്. ഫേംസ് നോർമൽ പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യുന്ന ആ സപ്ലൈ കർവിലെ പോയിന്റ് ഏതാണ്? ഫേംസ് നോർമൽ പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യുന്ന ആ സപ്ലൈ കർവിലെ പോയിന്റ് ഏതാണ്? ബ്രേക്ക് ഈവൻ അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് പറയേണ്ടത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉത്തരം ആൻസർ അടയാളപ്പെടുത്തേണ്ടതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് ആൻസർ അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ് ഇതാണ്, നോർമൽ പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യുന്നത്. ഇതാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. നമുക്കറിയാം താഴത്തുനിന്ന് മേലോട്ടാ, ലെഫ്റ്റ് റൈറ്റ് ഡൗൺവേർഡ് അപ്വേർഡ് സ്ലോപ്പാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ സപ്ലൈ കർവില്ലേ. ഇപ്പോൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ഒക്കെയാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഈ പോയിന്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതായത് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഓൺ എ സപ്ലൈ കർവ്, സപ്ലൈ കർവിൽ വരുന്ന ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ് റെപ്രസെന്റ്സ് ദ പോയിന്റ് വേർ എ ബിസിനസ് ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. ഒരു ബിസിനസ്സിന് വെറും നോർമൽ പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യുന്ന പോയിന്റ് ആണ്. ഇറ്റ് മീൻസ് ഇറ്റ് കവേഴ്സ് ഓൾ ഇറ്റ്സ് കോസ്റ്റ്. അതിന്റെ എല്ലാ കോസ്റ്റും അത് കവർ ചെയ്യുന്നത്. ബോത്ത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ചെലവും പരോക്ഷ ചെലവും എല്ലാം അതിനുള്ളിൽ കവർ ചെയ്യുന്നു എന്നർത്ഥം നോർമൽ പ്രോഫിറ്റിൽ. ബട്ട് ഡസ് നോട്ട് ജനറേറ്റ് എനി എക്സ്ട്രാ പ്രോഫിറ്റ് ബിയോണ്ട്. ആ നോർമൽ പ്രോഫിറ്റ് അല്ലാണ്ട് അധികമായി എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ടോട്ടൽ റവന്യൂ ഈക്വൽസ് ടു ടോട്ടൽ കോസ്റ്റ്. ഈ ഘട്ടത്തിൽ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, വരുമാനം തുല്യമാകുന്നു എന്നർത്ഥം. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകുന്നു എന്നാണ് അതിന്റെ മറ്റൊരു ആശയം ഇതിനകത്ത് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ അതിന്റെ ഫലം എന്താണ്? ആകെ വരുമാനവും ആകെ ചെലവും തുല്യമാകുമ്പോൾ നമുക്ക് ലാഭം എന്ന് പറയുന്നത് എക്കണോമിക് പ്രോഫിറ്റ് 0 എന്ന കണ്ടീഷനിലാണ് വരുന്നത്. ഓക്കെ, ഇതിന് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് പറയുന്നത്. ലാഭവുമില്ല നഷ്ടവുമില്ലാത്ത ബിന്ദുവിനെ പറയുന്ന പേരെന്താണ്? നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് സിറ്റുവേഷനെ പറയുന്ന പേരെന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ്. ഇനി ഇഫ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് 10%, ദ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ വിൽ ബി ഡാഷ്. ക്യാഷ് റിസർവ് റേഷ്യോ 10% ആണ് എന്ന് വിചാരിക്കുക. ഏഴാമത്തെ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ മണി മൾട്ടിപ്ലയറിന്റെ വാല്യൂ എത്രയായിരിക്കും? മണി മൾട്ടിപ്ലയറിന്റെ വാല്യൂ 10 തന്നെ ആയിരിക്കും. ഓക്കെ,
ഓക്കെ, അതറിയാണ് മണി മൾട്ടിപ്ലയറിന്റെ വാല്യൂ 10 തന്നെ ആയിരിക്കും. ഇനി മണി ഈസ് ഡാഷ്, പണം എന്താണ്? മണി ആൻഡ് ബാങ്കിങ് എന്ന ചാപ്റ്ററൊക്കെ നമുക്ക് പ്രധാനമാണ്, അത് നോക്കി പോകണം. മണി ഈസ് ഡാഷ്, ഇവിടെ 2 ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നു. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, പണം ഒരു വിനിമയ മാധ്യമമാണ്. എ യൂണിറ്റ് ഓഫ് എക്സ്ചേഞ്ച്, പണം എന്ത് ചെയ്യുന്നു? യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക് സൂക്ഷിപ്പിന്റെ ഒരു സൂചകമാണ്, ഏകകമാണ്. ഇത് രണ്ടും ശരിയാണ് പണത്തെ സംബന്ധിച്ച്. പണത്തിന്റെ ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറഞ്ഞ നമ്മൾ പഠിക്കുന്ന ഹെഡിങ്ങുകളാണ് അല്ലേ. എന്താണ്? മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, ഡെഫേർഡ് പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ഇതാണ്. അതുപോലെ തന്നെ സ്റ്റോർ ഓഫ് വാല്യൂ, അങ്ങനെ പണത്തിന്റെ ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് മണി ആൻഡ് ബാങ്കിങ്ങിലെ ഫങ്ഷൻസ് ഓഫ് മണി എന്ന ടോപ്പിക്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ബോത്ത് എ ആൻഡ് ബി ആണ്, ഇത് രണ്ടും പണം തന്നെയാണ്, ഇതിനകത്ത് തർക്കമൊന്നുമില്ല. പണത്തിന് ഇതൊക്കെ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി 9ാമത്തെ ചോദ്യം, സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഈസ്, നിസ്സംഗത വക്രത്തിന്റെ ചരിവ് എങ്ങനെയായിരിക്കും? ഇൻഡിഫറൻസ് കർവ് അല്ലേ, എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും എന്നല്ല, സോറി, സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിരിക്കും, നോക്കുക. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ, ഇതൊന്നുമല്ല. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്നാണ് ഈ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? അതായത് സ്ലോപ്പ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ് ഈസ് നെഗറ്റീവ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, വിച്ച് മീൻസ് ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അത് ഇടത്ത് നിന്ന് വലത്തോട്ട് താഴോട്ട് ചെരിഞ്ഞ് പതിക്കുന്ന അർത്ഥം. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻഡിഫറൻസ് കർവ്, ഐ സി കർവ് എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിരിക്കും. ദിസ് സ്ലോപ്പ് ഈസ് ഓൾസോ നോൺ ആസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ സ്ലോപ്പിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ്, ഇപ്പോൾ ആപ്പിള് ആണ് ഒരു പ്രോഡക്റ്റ്, ഇവിടെ കൊമോഡിറ്റി വൈ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ കൊമോഡിറ്റി എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ട് കൊമോഡിറ്റികൾ ഉണ്ടായിരിക്കുമ്പോൾ, കൊമോഡിറ്റി എക്സ്, കൊമോഡിറ്റി വൈ എന്ന്, കൊമോഡിറ്റി എക്സ് എക്സ് ആക്സിസിലും കൊമോഡിറ്റി വൈ വൈ ആക്സിസിലുമാണ് കാണിച്ചിരിക്കുന്നത്. ഒരെണ്ണം ആപ്പിൾ ആണെന്ന് വിചാരിക്കുക, ഈ വൈ ആക്സിസിലുള്ളത് ആപ്പിൾ ആണ്, ഇവിടെയുള്ളത് ഓറഞ്ച് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്ന് ആപ്പിള് ആണ് കൂടുതൽ ഇഷ്ടം ഒരാൾക്ക് എങ്കിൽ അയാൾ തീർച്ചയായിട്ടും ആപ്പിൾ ആണ് പ്രിഫർ ചെയ്യുക. ആപ്പിൾ വേണോ ഓറഞ്ച് വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ആപ്പിൾ എന്നാ പറയാം. എന്നാൽ ആപ്പിളിന് പകരം 3 ഓറഞ്ച്, ഒരു ഓറഞ്ച് അല്ല 3 ഓറഞ്ച് എടുക്കാം, ഒരാപ്പിൾ എടുക്കുന്നതാ എന്ന് വെച്ചാൽ 3 ഓറഞ്ച് എടുക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെട്ടേക്കാം. എന്നാൽ പിന്നെ കൂടുതൽ കിട്ടുമല്ലോ എന്നോർത്ത് തൽക്കാലം ആപ്പിൾ അവിടെ വെച്ചിട്ട് 3 ഓറഞ്ച് എടുക്കാൻ അയാൾ തയ്യാറായേക്കാം. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിൽ ഉണ്ടാകാം. എങ്കിൽ കൂടി ചിലർ പറയും, ഓക്കെ ഒരു 5 ഓറഞ്ച് തരുവാണെങ്കിൽ വേണ്ട, ഞാൻ ഈ ആപ്പിൾ ഇവിടെ വെച്ചിട്ട് 5 ഓറഞ്ച് എടുത്തോളാം, അങ്ങനെ ഒരു ഓഫർ കിട്ടിയാലോ? ചിലർ അങ്ങനെ ചെയ്തേക്കാം. അതായത് ഒരു ആപ്പിളിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പകരം എടുക്കുന്ന മറ്റേ വസ്തു എത്രയാണ്? 5 ആണ്. അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ് ഇസ് നെഗറ്റീവ്, വിച്ച് മീൻസ് ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ഇടത്ത് നിന്ന് വലത്തോട്ട് താഴോട്ട് ചെരിഞ്ഞു പതിക്കുന്നു, ഐ സി കർവ്. ഇനി the slope is also known as marginal rate of substitution, MRS എന്നും പറയും. The MRS represents the rate at which a consumer is willing to trade one good for another. ഒരു ഗുഡ് മറ്റേ ഗുഡിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ്, while maintaining the same level of satisfaction. അയാൾക്ക് ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ അപ്പോഴും കിട്ടുന്നുണ്ട് എങ്കിൽ, ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ ഉള്ള, ഒരു ആപ്പിൾ ലഭിക്കുമ്പോൾ ഉള്ള അതേ സംതൃപ്തി 4 ഓറഞ്ച് ലഭിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ആ ഒരു ആപ്പിളിന് പകരം 4 ഓറഞ്ച് എന്ന കണക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈസ്. കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും തമ്മിലുള്ള വ്യത്യാസം. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനെയാണ് എക്സ്പോർട്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. തിരിച്ച് വേറെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വാങ്ങിക്കുകയും ചെയ്യാം, അതാണ് ഇമ്പോർട്ടിന്റെ എമൗണ്ട്. ഈ എക്സ്പോർട്ടിന്റെ എമൗണ്ടും ഇമ്പോർട്ടിന്റെ എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ എന്താണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് ഓഫ് ട്രേഡ് എന്നാണ് പറയുക. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയാം? വ്യാപാര മിച്ചം എന്നാണ് പറയുക, വ്യാപാര മിച്ചം എന്നാണ് പറയുക. അപ്പൊ നമുക്ക് അനുകൂലമായ ഒരു വ്യാപാര മിച്ചം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി കുറയ്ക്കുകയും വേണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഇങ്ങോട്ടാണ് പൈസ കിട്ടുക. അതേസമയം നമ്മൾ കയറ്റുമതി കുറക്കുകയും ഇറക്കുമതി കൂട്ടുകയുമാണെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വാങ്ങിക്കൂട്ടുന്നു, ഇറക്കുമതി കൂട്ടുന്നു. പക്ഷെ എന്നാൽ അതിൻ്റെ തുല്യ വിലയുള്ള സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നില്ല. അങ്ങനെ കയറ്റി അയച്ചിരുന്നെങ്കിൽ തമ്മിൽ അത് എന്ത് ചെയ്തു? അത് ക്യാൻസൽ ചെയ്തു പോയേനെ 2 എമൗണ്ടുകളും. പക്ഷെ അങ്ങനെ വരുന്നില്ല. കുറച്ച് മാത്രം നമ്മൾ കയറ്റി അയക്കുന്നു, കുറച്ച് വരുമാനമാണ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. കുറേ വരുമാനം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള, അപ്പോൾ നമ്മുടെ രാജ്യത്തിന് അനുകൂലമാവും ഇല്ല. നമ്മൾ അങ്ങോട്ട് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ബാലൻസ് ഓഫ് ട്രേഡ് നമുക്ക് അനുകൂല